അപ്പോൾ പോർച്ചുഗൽ വിഎസ് കോങ്കോ മത്സരം എല്ലാവരും ഉറ്റുനോക്കിയ മറ്റൊരു മത്സരമായിരുന്നല്ലോ, പോർച്ചുഗലും കോങ്കോയും. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ എന്താണ്, വളരെയധികം തന്നെ നെട്ടിക്കുന്ന റിസൾട്ടാണ്. കളി സമനിലയിലാണ് കലാശിച്ചത്. എന്തായാലും പോർച്ചുഗൽ വലിയൊരു മാർജിനിൽ വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ അക്കൗണ്ട് തുറക്കുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചൊരു മത്സരം തന്നെയായിരുന്നു. കാരണം മെസ്സി ഗോൾ അക്കൗണ്ട് തുറന്നു. ഹാട്രിക്കോട് കൂടിയിട്ട് മെസ്സി തൻ്റെ ഗോൾ വേട്ട ആരംഭിച്ചു. അതേപോലെ കിലിയൻ എംബാപ്പെ ആരംഭിച്ചു, ഹാലൻഡൊക്കെ ആരംഭിച്ചു. അപ്പോൾ അടുത്ത യൂയം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കുമെന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും ഒരു തന്നെ ആയിരുന്നു. പക്ഷേ പോർച്ചുഗലിൻ്റെ കളി കണ്ടപ്പോൾ എന്തായിരുന്നു, വളരെയധികം പരിതാപകരമായി. ആ ഒരു ഗോൾ ആദ്യ പകുതിയിൽ തന്നെ അടിച്ച ശേഷം പിന്നെ കളി എന്താണ്, ഒരു ആത്മാർത്ഥമായിട്ടാണ് കളിക്കുന്നില്ല. പോർച്ചുഗലിൻ്റെ ശൈലിയിലേക്ക് ആ കളി അങ്ങോട്ട് വന്നില്ല. പിന്നെ റൊണാൾഡോക്കും എന്ത് കിട്ടിയില്ല, ധാരാളം അവസരങ്ങൾ കിട്ടിയിനി. റൊണാൾഡോയും എന്തായില്ല, അവസരങ്ങളൊക്കെ പായാക്കി. അത് വലിയൊരു പോർച്ചുഗലിന് തിരിച്ചടിയായി. പിന്നെ കളിയിൽ പോർച്ചുഗൽ ടീമുകൾ തമ്മിലൊരു ഒത്തിണക്കില്ല. പിന്നെ റൊണാൾഡോയോട് കാണിക്കുന്ന ആ സമീപനങ്ങളൊക്കെ വളരെയധികം തന്നെ നമുക്ക് കളി കാണുമ്പോൾ മനസ്സിലാവും. വളരെയധികം തന്നെ ഒരു സങ്കടം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്. കാരണം അത്രയും വലിയൊരു സീനിയർ പ്ലെയേഴ്സിനെ ബഹുമാനിക്കാത്ത രീതിയിലാണ് പോർച്ചുഗൽ പ്ലെയേഴ്സ് ഇന്നലെ റൊണാൾഡോയുടെ ഒക്കെ ചെയ്തത്. എന്തായാലും എല്ലാ തെറ്റുകളും തിരുത്തി അടുത്ത കളിയിൽ പൂർവാതീത ശക്തിയോടുകൂടി പോർച്ചുഗലിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ ലയണൽ മെസ്സി, നെയ്മർ എന്നിവരുടെയൊക്കെ ഒരു ലാസ്റ്റത്തെ വേൾഡ് കപ്പാണ്. ഈ വേൾഡ് കപ്പോട് കൂടി അവർ വിരമിക്കും. എന്തായാലും നല്ല നല്ല ഓർമ്മകൾ നമുക്ക് അവർ സമ്മാനിക്കട്ടെ. എന്തായാലും മെസ്സി ആയാലും നെയ്മർ ആയാലും റൊണാൾഡോ ആയാലും അവരുടെ പെർഫോമൻസ് നല്ല നിലവാരത്തിൽ ഉയരാൻ ഈ വേൾഡ് കപ്പിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.